ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ ഇന്ത്യയിലെ RSSുമായി ബന്ധപ്പെട്ടാണ്. അതായത് കഴിഞ്ഞ മെയ് മാസം 12-ാം തീയതി RSS ഡൽഹിയിൽ ഗ്ലോബൽ മീഡിയ റിപ്പോർട്ടേഴ്സ്, അവരുടെ കറസ്പോണ്ടൻ്റ്, ഡൽഹിയിൽ അവർക്ക് ക്ലബ്ബുണ്ട്, ഫോറിൻ ജേർണലിസ്റ്റ് കറസ്പോണ്ടൻറ്റ് ക്ലബ്ബുണ്ട്. ഏകദേശം 70 മുതൽ 80ഓളം അതല്ലെങ്കിൽ 100-ലധികം പെർമനൻ്റായിട്ട് പേറോളിലുള്ളവരുണ്ട്, ഫ്രീലാൻസ് ചെയ്യുന്നവരുണ്ട്, അങ്ങനെ ഏജൻസികളുണ്ട്. ഏകദേശം 100-ൽ പരം ഫോറിൻ മീഡിയ ജേർണലിസ്റ്റുകളെ RSS വിളിപ്പിക്കുന്നു. ഒരുമായിട്ട് സംസാരിക്കാൻ ശ്രമിച്ചു. ആദ്യം എല്ലാവരും കുറച്ചധികം പേര് പോയി, പിന്നീട് അവർ മൈൻഡ് ചെയ്ത്. കാരണം റെഗുലറായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി RSS ശ്രമിക്കുകയാണ്. അപ്പോൾ എന്താ ഇഷ്യൂ എന്തുവാ? അതായത് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട്, കഴിഞ്ഞ ഒരു വർഷമായിട്ട് രാഷ്ട്രീയ സ്വയം സേവാ സംഘ് എന്ന് പറയുന്ന RSSൻ്റെ, നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 4-5 മാസം മുമ്പ് അവർ 100ാമത്തെ വർഷം ആഘോഷിച്ച്. അപ്പം അതിനോടനുബന്ധിച്ച് ഇവർ വലിയ പ്രോഗ്രാമൊക്കെ ഇന്ത്യ മുഴുവനും നടത്തുവാൻ ശ്രമിച്ചു. അതൊക്കെ സക്സസ്, ഇന്ത്യയിൽ വലിയ സക്സസ് ആയിരുന്നു. പക്ഷെ ഗ്ലോബലായിട്ട് ന്യൂയോർക്ക് ടൈംസും വാഷിങ്ടൺ പോസ്റ്റും അതേപോലെയുള്ള ഗാർഡിയൻ, UK ടെലഗ്രാഫ്, ജർമ്മൻ ന്യൂസ് പേപ്പർ ചാനലുകൾ, ഫ്രാൻസ് 24, ഇതേപോലുള്ള ചാനലുകൾ അതിരൂക്ഷമായ ഭാഷയിലാണ് RSS എന്ന് പറഞ്ഞ സംഘടനയെ ഫാസിസ്റ്റ് തന്നെ എന്ന് പറഞ്ഞവർ. അവരോരോ തെളിവുകൾ ഉൾപ്പെടെ വളരെ വ്യക്തമായിട്ടും എസ്സേ മോഡലിലാണ്, വലിയ ആർട്ടിക്കിളാണ് എഴുതിയിരിക്കുന്നത്. എവിഡൻസ് ബൈ എവിഡൻസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് RSSനുണ്ടാക്കിയിരിക്കുന്ന ഗ്ലോബൽ ഇമേജ് വല്ലാതെ അങ്ങ് ബാധിച്ചു. അതായത് വല്ലാത്ത രീതിയിൽ തകർന്ന് തരിപ്പണമായിപ്പോയി. അതിൻ്റെ കാര്യം എന്താ? ഇന്ത്യയിലെ ഒരു ന്യൂസ് പേപ്പർ ഒരു റിപ്പോർട്ട്, ഇപ്പം ഞാനിപ്പോൾ ഒരു സംഭവം പബ്ലിഷ് ചെയ്യുന്നു, അതിനെപ്പറ്റി ഒരു വലിയൊരു കോളം പബ്ലിഷ് ചെയ്യുന്നു. അത് ഇന്ത്യക്കകത്ത് മാത്രമേ കിടന്ന് കറങ്ങത്തുള്ളൂ. അപ്പം നല്ലതാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ആ റീഡേഴ്സ് മാത്രമേ വായിക്കുന്നുള്ളൂ. പക്ഷേ ഈ പറയുന്ന ന്യൂയോർക്ക് ടൈംസും വാഷിങ്ടൺ പോസ്റ്റും ദ ഗാർഡിയൻ, അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ ഡെയിലീസ്, ഈ RSSനെ പറ്റി എഴുതിയ റിപ്പോർട്ടുകൾ പല ഭാഷയിൽ, അത് ഫ്രഞ്ചിലാണെങ്കിലും ജർമ്മനിലാണെങ്കിലും സ്പാനിഷ് ഭാഷയിലാണെങ്കിലും ലോകം മുഴുവൻ ഇത് വായിച്ചു. അതിൻ്റെ കൂടെ തന്നെയാണ് സംഘപരിവാറിൻ്റെ ബജറാങ് ദളും BHP ഇവിടുത്തെ ക്രിസ്ത്യാനികളെ, ഇവിടുത്തെ മുസ്ലിങ്ങളെ അടിച്ചോടിക്കുന്നത്, ബീഫിനെതിരെയുള്ള ഇഷ്യൂ. ഇത് ഗ്ലോബലായിട്ട് അങ്ങ് കത്തി. ഈ ഇഷ്യൂ അങ്ങ് കത്തി കഴിഞ്ഞപ്പോൾ പ്രശ്നമായി. അതിനെ ബേസ് ചെയ്താണ് അമേരിക്കയിലെ റിലീജിയസ് ഒരു കൺസോർട്ടിയം, ഒരു യൂണിയൻ കമ്മീഷനുണ്ട്. അവരൊരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തത് RSSനെയും അവരെ കാരണം RSSുമായിട്ട് ബന്ധപ്പെട്ടാണ് എക്സ്റ്റേണൽ ഇൻ്റലിജൻസിന് RAW റോയ്ക്ക് സ്ഥാനമുണ്ട്. ഈ 2 ബാൻ ചെയ്യണമെന്ന് അവർ അമേരിക്കൻ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നു, റെക്കമെൻഡേഷൻ. അതിൽ ഇന്ത്യയിൽ മനസ്സിലാക്കുക, എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയും ഇന്ത്യയിലെ സീനിയർ ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ് ഷോക്കായിപ്പോയി. ബാൻ, അമേരിക്കയിൽ ബാൻ. അതിന് റീസൺ എന്തോ? അമേരിക്കയിൽ ബാൻ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, അത് ഓട്ടോമാറ്റിക്കായിട്ട് ലോകം മുഴുവനും ബാൻ ചെയ്ത് കളയും. ഇതാണ് അതിൻ്റെ കാര്യം. അതായത് ഗ്ലോബൽ ബാൻ ഉണ്ടാകും. ഈ ബാൻ വന്നു കഴിഞ്ഞാൽ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന, ഇൻക്ലൂഡിങ് ഇന്ത്യൻ പ്രധാനമന്ത്രി, മറ്റുള്ള പല പൊളിറ്റീഷ്യൻസൊക്കെ, BJP പൊളിറ്റീഷ്യൻസ്, ഇവരുടെ മുകളിലും ഇതേപോലെയുള്ള സാങ്ഷൻ ഇമ്പോസ് ചെയ്യും, റെസ്ട്രിക്ഷൻ വരും, ഉദ്യോഗസ്ഥന്മാർക്ക് വരും. ഇത് വലിയ പ്രശ്നമായത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അമേരിക്കയിൽ ഇവർ ഔട്ട്റീച്ചിന് ശ്രമിച്ചു. അത് 2 സീനിയർ ആയിട്ടുള്ള RSSൻ്റെ ഹസബോളയും മറ്റൊരു ലക്ഷ്മൺ എന്ന് പറയുന്ന ആൾ, റാം ലക്ഷ്മൺ, 2 പേരും അവിടെ പോയി ഹഡ്സൺ ടോക്സുമായി ബന്ധപ്പെട്ട് അവിടെ സംസാരിച്ചു നോക്കി. ഈ സംഭവങ്ങളൊന്നും അമേരിക്കയിൽ ഇപ്പോൾ ഏൽക്കുന്നില്ല. ആ നരേറ്റീവ്സ് എല്ലാം അമേരിക്കയിൽ നിന്ന് തള്ളിക്കളയാൻ തുടങ്ങി. അത് കഴിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഈ RSSനും BJPക്കും വേണ്ടി ഏറ്റവും കൂടുതൽ ഈ പറയുന്ന, പ്രത്യേകിച്ച് ഈ X പ്ലാറ്റ്ഫോം, ട്വിറ്ററിലാണ് ഏറ്റവും കൂടുതൽ അമേരിക്കൻസും ഈ വിദേശികളും ആക്റ്റീവ്, അല്ലാതെ മറ്റുള്ള സോഷ്യൽ മീഡിയയിലല്ല. ഈ ഇൻസ്റ്റാഗ്രാമിൽ അത് ഈ ഫോട്ടോയും പരിപാടികളൊക്കെ ഉള്ളൂ. അപ്പം അതിനകത്ത് ഈ പറയുന്ന H1B വിസ അമേരിക്കയിലുള്ള ഇപ്പോൾ സ്റ്റുഡൻ്റായിട്ട് പോയ BJP കാരണം സിറ്റികളിൽ നിന്നാണ് പോകുന്നത്. ഇവരുള്ള BJP RSSൻ്റെ ഒക്കെ അനുഭവമുള്ളവരാണ്.
കാരണം വലതുപക്ഷ മോദി ഭരണം ഇരിക്കുകയാണ്. ഇവരും ഈ പറയുന്ന പോലെ ക്യാമ്പയിൻ നോക്കി ആളുകൾ ട്രംപിനെ ഭയന്നിട്ട് ആ ക്യാമ്പയിൻ നടത്താൻ തയ്യാറല്ല. അതിനിടയ്ക്കാണ് അമേരിക്കയിൽ ഇന്ത്യക്കാർക്കെതിരെ ഈ പറയുന്ന ഇന്ത്യക്കാർ തിരിച്ചു പോവുക, H1B വിസ വരുന്നു, അവിടെയുള്ള ഇന്ത്യക്കാരെ തെറി വിളിക്കുന്നു, ഗുജറാത്തികളെ തെറി വിളിക്കുന്നു, ഇന്ത്യക്കാരോട് പോകാൻ പറയുക. ഇഷ്യൂ ഒന്നായി. കാരണം ഇവിടെ ക്രിസ്ത്യാനികളെ അറ്റാക്ക് ചെയ്തു ഇന്ത്യയിൽ. ഇതങ്ങ് ഗ്ലോബൽ ഇഷ്യൂ ആയിട്ട് അങ്ങ് മാറി. അപ്പൊ എന്തുവാണ് അടുത്തൊരു പോംവഴി? അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഇന്ത്യയിൽ ഈ പറയുന്ന ഇന്ത്യയിലുള്ള ഫോറിൻ കറസ്പോണ്ടൻ്റ് ആൾക്കാരെ വിളിച്ച് സംസാരിക്കുക. അതിന് RSS കൊടുത്ത് വേറെ നെറേറ്റീവ്സ് ഉണ്ട്. BJPക്കാർ സോഷ്യൽ മീഡിയയിൽ അമേരിക്കയിലുള്ള റിലീജിയസ് ലീഡർ RSSനെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് അവരാരും പോലും വന്നിട്ട് ഞാൻ അവരോടൊക്കെ ചോദിച്ചു. റിപ്പബ്ലിക്കൻ പാർട്ടി ആൾക്കാരാണ് ഈ മെയിനായിട്ടുള്ളവർ. അവരൊന്നും ഇവിടെ വന്നിട്ടില്ല. അവർക്ക് ഈ പറയുന്ന RSSൻ്റെ ജസ്റ്റിഫിക്കേഷൻ അവർ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞു. അവർ പറയുന്നത് ബജറാങ് ദളും BHP എല്ലാം RSSൻ്റെ സംഘടനകൾ തന്നെയാണ്, സഹോദരി സംഘടനകൾ തന്നെയാണ്. എങ്ങനെയാണ് HSS അമേരിക്കയിൽ പ്രവർത്തിക്കുന്നത് അതേപോലെയുള്ള സംഘടനയാണ്. കാരണം ഇതിനകത്തുള്ളവർ തന്നെയാണ് ഈ അറ്റാക്ക് ചെയ്തിരിക്കുന്ന ക്രിസ്ത്യാനികൾക്കെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയും. അതുകൊണ്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഇതാണ് പറയുന്നത്. ഇപ്പോൾ UK ഇവർ വേറെ മിഷനായിട്ട് പോകുന്നുണ്ട്. പോയി 2-3 പ്രാവശ്യം പോയി, അവിടെയും സക്സസ് ആയില്ല. കാരണം അവിടെ ഭരിക്കുന്ന ആരെ? ലേബർ പാർട്ടി. അതിനകത്ത് ഇഷ്ടം പോലെ ഈ ഇമിഗ്രൻ്റ് ആയിട്ടുള്ള മുസ്ലിങ്ങളുണ്ട്. അത് പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞു. ഇവർ ഔട്ട്റീച്ചിന് ലോകം മുഴുവനും ശ്രമിക്കുന്നുണ്ട്. അത് കംപ്ലീറ്റ് അങ്ങ് ഫ്ലോപ്പായി. പിന്നെ തിരിച്ചു വന്നിട്ട് ഓരോ പരിപാടികൾ ഇതേപോലെ പത്രക്കാരെ വിളിച്ചു കാര്യങ്ങളെന്ന് വിശദീകരിക്കാൻ അവർ വർഗീയ പാർട്ടിയല്ല ബജറാങ് ദളുമായിട്ട് പ്രശ്നം ഞങ്ങളുമായിട്ട് അടുപ്പമില്ലാതെ അവർ ചെയ്യുന്നതാണ് എന്നുള്ള രീതിയിലുള്ള ഇവരുടെ എക്സ്പ്ലനേഷനും നരേറ്റീവ്സും എല്ലാം തള്ളിക്കളഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ സിറ്റികളിലും, അതായത് അവിടെ ഇൻഫ്ലുവൻസ് ഉള്ള പല ആൾക്കാരെ വിളിപ്പിക്കുന്നു. കേരളത്തിലുണ്ടായ സംഭവം, RSSൻ്റെ ചീഫ് മോഹൻ ഭാഗവത് അവിടെ വന്ന് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറെ മറ്റുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് സംസാരിക്കും. ഇതിൻ്റെ ഭാഗമായിട്ട് ഔട്ട്റീച്ചാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അവരിൽ കൂടെ ഗ്ലോബലായിട്ട് അവരുടെ ബന്ധുക്കളോ, കാരണം അവർ പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാരുടെ RSSൻ്റെ ഇമേജിനെ മാറ്റിയെടുക്കുക. ഇതാണ് ശ്രമം. ഇപ്പം കേരളവുമായി ബന്ധപ്പെട്ട് VCമാർ പങ്കെടുത്തത് തീർത്തും തെറ്റ് തന്നെയാണ്. അപ്പം നാളെ ഈ VCമാർ അവിടെ ഒരു കാത്തോലിക്ക ബിഷപ്പ് കോൺഫറൻസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഈ VCമാരിലെ കൂടെ പങ്കെടുക്കാൻ പോയി കഴിഞ്ഞാൽ അതിനെങ്ങനെ ജസ്റ്റിഫൈ ചെയ്യും? അപ്പുറത്ത് മുസ്ലിം ലീഗിൻ്റെ ഈ പറയുന്ന വേറെ ആരുടെയെങ്കിലും ഒരു പരിപാടിയായിട്ട് കേരളത്തിലെ വൈസ് ചാൻസലർ അതിനെ പങ്കെടുത്താൽ പിന്നെ എന്ത് ചെയ്യും? ഇതൊന്നും ശരിയായ നടപടിയേ അല്ല. അവർ നടത്തിക്കോട്ടെ, അത് അവരുടെ ഔട്ട്റീച്ചിൻ്റെ ഭാഗമാണ്. പക്ഷെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഇരിക്കുന്ന സ്റ്റാഫുകളെ വെച്ചിട്ട് ഈ സംഭവം ഔട്ട്റീച്ച് ചെയ്യാൻ ശ്രമിക്കുന്നത് സതീശൻ ഗവൺമെൻറ് നടപടിയെടുക്കണം. നട്ടലുണ്ടെങ്കിൽ നടപടിയെടുക്കണം. എന്നിട്ട് വിടുവാത്തരം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പം ഞാൻ ആ ടോപ്പിക്കിലോട്ടല്ല പോകുന്നത്. അപ്പം ഇതേപോലെയുള്ള RSSൻ്റെ ഔട്ട്റീച്ച് എന്ന് പറയുന്നത് ഇന്ത്യയിൽ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കും. കാരണം ഗ്ലോബലായിട്ട് ഇവർ മാക്സിമം നടത്താൻ ശ്രമിച്ചു, അതെല്ലാം ഫ്ലോപ്പായി. അതേപോലെ മുസ്ലിങ്ങളെ അറ്റാക്ക് ചെയ്യുക, പശുവിൻ്റെയും ഗോമാതാവിൻ്റെയും ബീഫിൻ്റെയും പേരിൽ പുറത്ത് ഓരോന്ന് കണക്കുകൾ വരികയാണ്. ഏറ്റവും കൂടുതൽ ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ്. അപ്പോൾ അത് ഇവർക്ക്, അതായത് ഡെലിബറേറ്റ് ആയിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റി അറ്റാക്ക് ചെയ്യുന്നു. ഭക്ഷണക്രമത്തിൽ ആഹാരം എങ്ങനെയാണ്, അവൻ ഏത് രീതിയിൽ വസ്ത്രം ധരിക്കണം എന്നൊക്കെ പറയുന്നത് ഏറ്റവും നിങ്ങൾ മനസ്സിലാക്കുക. അത് ഏത് രീതിയിലാണ് ഇന്ത്യ ഒരു പൂർണ്ണമായിട്ടും ഹിന്ദുത്വ അജണ്ടയിൽ കൊണ്ടുപോകാനാണ് RSS ശ്രമിക്കുന്നത്. അതാണ് അവരുടെ ഏറ്റവും വലിയ അജണ്ട. അത് ഹിഡനൊന്നുമല്ല, അത് പബ്ലിക് അജണ്ടയാണ്. അതിനെ എത്ര വെളുപ്പിച്ച് ശ്രമിച്ചാലും അത് നടക്കുന്ന കാര്യമൊന്നുമില്ല. എല്ലാ ആൾക്കാർക്കും അറിയാം RSSൻ്റെ ഉദ്ദേശം എന്താണ്. അതേപോലെ RSSൻ്റെ ഉദ്ദേശമാണ് ഈ പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ റിസർവേഷൻ നിർത്തലാക്കുക. അതായത് മെറിറ്റിൽ മാത്രമാണ് റിസർവേഷൻ ഉണ്ടാകേണ്ടത്. ഈ പറയുന്ന ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കിട്ടിയവർക്കെല്ലാം കിട്ടി, അതായത് ബാക്ക്വേർഡ് ക്ലാസ്സിന് മറ്റുള്ളവർക്ക് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊടുക്കാതിരിക്കുക. ഇതിൻ്റെയൊക്കെ ക്യാമ്പയിൻ നിങ്ങൾ കണ്ട് ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മന്ത്രിമാരുൾപ്പെടെയുള്ളവരാണ് പറയുന്നത്. അതായത് ഇന്ത്യയെ നശിപ്പിക്കുക, ഇന്ത്യ മുന്നോട്ട് പോകുക എന്നുള്ളതല്ല RSSൻ്റെ ഉദ്ദേശം.
ആ മതത്തിൻ്റെ അതിനകത്ത് മാത്രം നിർത്തുക. അതിനകത്ത് കുറച്ച് മേലാളന്മാരുണ്ട്, അവർ മാത്രം ഇന്ത്യ ഭരിക്കുക, അവരുടെ ആയിരിക്കണം ഇന്ത്യയുടെ മുഴുവനും പവർ. ഇതാണ് RSSൻ്റെ ഉദ്ദേശം. ഇതാണ് സംഘപരിവാറിൻ്റെ ഹിഡൻ അജണ്ട. അതുകൊണ്ടാണ് ഇത്രയും അറ്റാക്കുകൾ ഇന്ത്യയിൽ നടക്കുന്നത്. അല്ലാതെ RSSന് ഇന്ത്യയുടെ ഇൻക്ലൂസീവായി കണ്ടിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള താല്പര്യമൊന്നുമില്ല. കാരണം ആർക്ക് എഡ്യൂക്കേഷൻ കിട്ടുന്നു അവന് മനസ്സിലാകും ഈ പറയുന്ന മനുസ്മൃതിയും സനാതനും എന്ന് പറയുന്നത് മനുഷ്യദ്രോഹിയാണെന്ന് പിടികിട്ടും. അതല്ലേ RSSൻ്റെ അജണ്ട, മനുസ്മൃതിയും സനാതനും. അതെങ്ങനെയാ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്ത് പൂർണ്ണമായിട്ടും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കുന്നത്? എങ്ങനെ? RSSൻ്റെ താല്പര്യമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മുഴുവനും തകർക്കുക, ഹിന്ദുത്വ രീതിയിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയെടുക്കുക, സെക്യുലറിസം ഇല്ലാതാക്കുക, എപ്പോഴും ഹിന്ദുക്കൾ മാത്രമായിരിക്കണം ഭരിക്കേണ്ടത്. ഇതൊക്കെ അജണ്ടയുടെ ഭാഗമാണ്. അല്ലാതെ അവർ ഈ മനുഷ്യനെ നന്നാക്കാനും അത് മനുഷ്യൻ്റെ മൂല്യങ്ങൾ അതിനെ നർച്ചർ ചെയ്യാനും ഒന്നുമല്ല ശ്രമിക്കുന്നത്. തെറ്റായ സന്ദേശമാണ് ആൾക്കാർക്ക് കൊടുക്കുന്നത്. RSSൻ്റെ അജണ്ടയുണ്ട്. RSSൻ്റെ അജണ്ട ഹാർഡ് കോർ ഹിന്ദുത്വ തന്നെയാണ്. മനുസ്മൃതിയിലായിരിക്കണം ഇന്ത്യ ഭരിക്കേണ്ടതും മുന്നോട്ട് പോകേണ്ടതും. സനാതനികൾ, അപ്പർ കാസ്റ്റുകൾക്ക് മാത്രമാണ് ഇന്ത്യയിൽ സ്ഥാനമുണ്ടായിരിക്കേണ്ടത്. ഇന്ത്യയുടെ ബാക്ക്വേർഡ് ക്ലാസ്സും മറ്റുള്ള മതസ്ഥരും ഇന്ത്യയിൽ അവരുടെ സെക്കൻഡ് ക്ലാസ്സും അടിമകളുമായിട്ട് ജീവിക്കുക. അത് തന്നെയാണ് അജണ്ട. അപ്പോൾ അത് ഗ്ലോബലായിട്ട് ഫ്ലോപ്പായി, അത് എക്സ്പോസ്ഡ് ആയിപ്പോയി. അപ്പോൾ അതിൻ്റെ ഡാമേജ് കൺട്രോളിന് വേണ്ടിയാണ് ഈ പറയുന്ന ഔട്ട്റീച്ച് ഈ തിരുവനന്തപുരത്താണെങ്കിൽ ഇന്ത്യയിലെ പല സിറ്റികളിൽ ശ്രമിക്കുന്നത്. മനസ്സിലാക്കുക, RSSൻ്റെ നല്ല ഗുണമുണ്ട്, രാജ്യസ്നേഹികളാണ്. ബാക്കിയെല്ലാം രാജ്യദ്രോഹപരമായ ഗുണങ്ങൾ തന്നെയാണ് RSS എന്ന സംഘടനയ്ക്കുള്ളതും. അതവർ ഹിഡൻ അജണ്ടയായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാക്കിയാൽ എല്ലാവർക്കും നല്ലത്.